Cooperation in India. Cooperative movement in India was not a spontaneous movement like Britain and other countries, Western countries. വെസ്റ്റേൺ കൺട്രികളെ പോലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ബ്രിട്ടീഷ് റോള് ഉണ്ടായിരുന്ന ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്ന ഇന്ത്യയിൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ് അവിടുത്തെ പോലെ ഒന്നായിരുന്നില്ല. കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇന്ത്യയിൽ ഗവൺമെന്റ് സ്പോൺസേർഡ് മൂവ്മെന്റ് എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഒഫീഷ്യൽ മൂവ്മെന്റ് എന്നാണ്. അത് ഇന്ത്യയിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആവശ്യകത തിരിച്ചറിഞ്ഞ് മുന്നോട്ട് വന്നത് ഗവൺമെന്റ് ആണ്. ഗവൺമെന്റിന് ചില പ്രാരംഭ നടപടികളാണ് കോപ്പറേറ്റീവ് മൂവ്മെന്റിലേക്ക് നയിച്ചത്. അത്തരം ചില ലീഗൽ മെഷേഴ്സ് ആണ്. യൂറോപ്യൻ കൺട്രിയിൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് ഒരു പീപ്പിൾസ് മൂവ്മെന്റ് ആയിട്ടാണ്. അതിന്റെ ഫോർമേഷൻ നടന്ന കോപ്പറേറ്റീവ് മൂവ്മെന്റ് സ്പോണ്ടേനിയസ് ആണ്, ഡെമോക്രാറ്റിക് ആണ്, വിത്തൗട്ട് എനി ലീഗൽ ബാക്കിംഗ്. ഒരു തരത്തിലുള്ള ലീഗൽ ബാക്കിംഗ് ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ നമ്മൾ പറഞ്ഞ കാര്യമാണ്. അത് തന്നെ ഫസ്റ്റ് അവിടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് ഉണ്ടാവുന്നത് റോബർട്ട് ഓവന്റെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആണ്. റോക്ക്ഡെയിൽ പയനീഴ്സ് ആണ് അതിനുശേഷം വന്നത്. ഡോക്ടർ വില്യം കിങ്, അതിനുശേഷം ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ്, ഇങ്ങനെയുള്ള കോപ്പറേറ്റേഴ്സ് ആണ് അവിടെ ആദ്യമായി രംഗപ്രവേശം ചെയ്തത്. പിന്നീടാണ് കോപ്പറേറ്റീവ് മൂവ്മെന്റുകൾ എന്ത് ചെയ്യുന്നത്, സ്ഥാപിക്കപ്പെടുന്നത്. അങ്ങനെ കോപ്പറേറ്റീവ് സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ടു. പിന്നീട് അതിനാവശ്യമായിട്ടുള്ള ലീഗൽ സപ്പോർട്ട് ഒക്കെ ലഭിക്കുന്നത് പിൽക്കാലത്താണ്. അത് ജർമ്മനിയിലായിക്കോട്ടെ, റാഫീസ് ആൻഡ് സൊസൈറ്റീസ്, ഡെൻമാർക്ക്, സ്വീഡന്, ഫ്രാൻസ്, ഇവരൊക്കെ സെയിം ഇതേ അവസ്ഥ തന്നെയാണ്. ഇന്ത്യയിലേക്ക് നമ്മൾ വന്നാൽ ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒഫീഷ്യൽ മൂവ്മെന്റ് എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ഒഫീഷ്യൽ മൂവ്മെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് സ്പോൺസേർഡ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് അവിടെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റു ആക്ടുകൾ നിലവിൽ വരുന്നുണ്ട്. പിന്നീടാണ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ സ്ഥാപിക്കപ്പെടുന്നത്. അതിനുശേഷമാണ് കോപ്പറേറ്റീവ്സിന്റെ ലീഡേഴ്സ് രംഗപ്രവേശം ചെയ്യുന്നത്. അവർ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റിനെ ഒഫീഷ്യൽ മൂവ്മെന്റ് എന്നാണ് വിളിക്കുന്നത്. ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി ഗവൺമെന്റ് തലത്തിൽ വരുന്ന നടപടികളുടെ ഭാഗമായിട്ടുള്ള ഒന്നായിട്ടാണ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇന്ത്യയിൽ അറിയപ്പെടുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അതിന്റെ ബ്രിട്ടീഷ് കാലഘട്ടം മുതലേ എന്ത് ചെയ്തിട്ടുണ്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ആവശ്യമായിട്ടുള്ള ആക്ടുകൾ പാസ്സാക്കിയിട്ടുണ്ട്. എന്തായിരുന്നു ഇന്ത്യയുടെ ഇതുവരെയുള്ള ചരിത്രം? അത് നമുക്ക് നോക്കാം. ഇന്ത്യ ഒരു ബ്രിട്ടീഷ് കോളനി ആയിരുന്നു. ഈ ബ്രിട്ടീഷ് കോളനി ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഭരണാധികാരികളൊക്കെ തന്നെ ഇന്ത്യയുടെ ഏകദേശം സമ്പത്ത് ആയിക്കോട്ടെ, ഹെറിറ്റേജ് ആയിക്കോട്ടെ, ഫേമസ് സിവിലൈസേഷൻ ആയിക്കോട്ടെ, സോഷ്യോ എക്കണോമിക് സ്ട്രക്ചർ ആയിക്കോട്ടെ, ഇതിനൊക്കെ തന്നെയും ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ കൾച്ചർ ഹെറിറ്റേജ്, ഇന്ത്യയുടെ സ്ട്രോങ് സോഷ്യോ എക്കണോമിക് സ്ട്രക്ചർ, ഇന്ത്യൻ സിവിലൈസേഷൻ, ഇതൊക്കെ ഡിസ്ട്രോയ് ചെയ്യപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു ഇന്ത്യ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യകാലത്തെ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനൊരു ഘട്ടത്തിലാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രംഗപ്രവേശം ചെയ്യുന്നതെന്ന് പറയും. അതോടൊപ്പം തന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ ഉണ്ടായി. ഇൻഡസ്ട്രിയലൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സമയത്ത് അതിന്റെ അഡ്വേഴ്സ് ഇമ്പാക്ട് ഇന്ത്യയിൽ ഉണ്ടായി. ഇൻഡസ്ട്രിയൽ റവല്യൂഷനും അതിന്റെ ഇമ്പാക്ട് ഇന്ത്യയിലും അതിന്റെ ഇമ്പാക്ട് ഉണ്ടായി. ഇന്ത്യയിൽ അഗ്രികൾച്ചർ പ്രൊഫഷനെ അത് നന്നായി ബാധിച്ചു. അഗ്രികൾച്ചർ പ്രൊഫഷൻ എന്തായി മാറി? ഒരു അൺഎക്കണോമിക് പ്രൊഫഷനായി മാറി. അതിനും ചില കാരണങ്ങളുണ്ട്. അഗ്രികൾച്ചർ പ്രൊഫഷൻ അൺഎക്കണോമിക് പ്രൊഫഷൻ ആവാൻ കാരണം
അത് ഒന്ന് ഇന്ത്യയിലെ അഗ്രികൾച്ചർ ലാൻഡ് സബ് ഡിവിഷൻ ആൻഡ് ഫ്രാഗ്മെന്റേഷൻ ഓഫ് ദി ലാൻഡ് ആയിരുന്നു. ഇന്ത്യയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മെത്തേഡ് ഓഫ് അഗ്രികൾച്ചർ യൂസ് ഓഫ് പ്രിമിറ്റീവ് മെത്തേഡ്സ് ആയിരുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ എന്താണ് അൺഎക്കണോമിക് ആയി മാറി. ആ സമയത്താണ് ബ്രിട്ടീഷ് റൂൾ. അത് ഇന്ത്യയുടെ മൊത്തം സാമ്പത്തിക വ്യവസ്ഥയെ സോഷ്യോ എക്കണോമിക് ആയിട്ടുള്ള കൺസേണിനെ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ബാധിച്ചു. സാധാരണക്കാരനായിട്ടുള്ള വില്ലേജേഴ്സിന്റെ എക്കണോമിക് സാമ്പത്തിക സ്ഥിതി ആകെ തകരാറിലായി. ഇന്ത്യ എന്തായി, യൂറോപ്യൻ പ്രോഡക്റ്റിന്റെ ഡങ്കൻ ഒരു തള്ളുന്നൊരു സ്ഥലമായി മാറി. ഇന്ത്യയെ പറ്റി പറയുന്നത് ഇന്ത്യ ബോൺ ഇൻ ഡെറ്റ്. ഇന്ത്യൻ ഫാർമേഴ്സിനെ സംബന്ധിച്ച് പറയുന്നത് ബോൺ ഇൻ ഡെറ്റ്, ലിവ്സ് ഇൻ ഡെറ്റ് ആൻഡ് ഡൈസ് ഇൻ ഡെറ്റ് എന്നുള്ളതാണ്. കടത്തിൽ തന്നെ ജീവിച്ച് കടത്തിൽ തന്നെ മരിക്കുന്ന ഒരവസ്ഥ. കടത്തിൽ ജനിച്ച് കടത്തിൽ ജീവിച്ച് കടത്തിൽ തന്നെ മരിക്കുന്ന ഒരവസ്ഥ. ഈ ഒരവസ്ഥയായിരുന്നു ഇന്ത്യൻ ഫാർമേഴ്സ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് മാറി വരാനാണ് ഇന്ത്യ കോപ്പറേറ്റീവ് മൂവ്മെന്റിന് തുടക്കം കുറിച്ചത്. മണി ലെൻഡേഴ്സിന്റെ കൈകളിലായിരുന്നു ഇന്ത്യയിലെ ഫാർമേഴ്സ് മിക്കവരും. അതോടൊപ്പം തന്നെ ഫെയിലർ ഓഫ് റെയിൻ, ഫ്രീക്വന്റ് ഫെമിൻ, ഇതൊക്കെ തന്നെ ഇതിന്റെ കൂട്ടത്തിൽ ഇതിനെ കൂടുതൽ എന്തായി, മോശമാക്കി, വഷളാക്കി. അതോടൊപ്പം തന്നെ ഇല്ലിറ്ററസി, സാധാരണക്കാരനായ നിരക്ഷരരായിരുന്നു എന്നുള്ളതാണ്. ആ നിരക്ഷരതയും ചൂഷണം ചെയ്യപ്പെട്ടു. ഇതൊക്കെ ആളുകളെ സാമൂഹികമായിട്ടുള്ള കൺസേൺ എന്ത് ചെയ്തു, നന്നായി ബാധിച്ചു. അതിന് സാധാരണക്കാരൻ എന്ത് ചെയ്തു, റിവോൾട്ട്സ് അഗൈൻസ്റ്റ് റൂളേഴ്സിന് അഗൈൻസ്റ്റ് ആയിട്ടുള്ള റിവല്യൂഷൻസ് സ്റ്റാർട്ട് ചെയ്തു. ഇന്ത്യൻ വില്ലേജ് ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ ആയിട്ടുള്ള മൂവ്മെന്റുകൾ ആരംഭിച്ചു. ബ്രിട്ടൻ എന്ത് ചെയ്തു, ബ്രിട്ടീഷ് ഗവൺമെന്റ് ചില റിലീഫ് മെഷേഴ്സ് ടേക്കൺ ചെയ്യാൻ ആരംഭിച്ചു. അത്തരം റിലീഫ് മെഷേഴ്സിന്റെ തുടക്കം എന്നുള്ള നിലക്കാണ് ഡെക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട് പാസാക്കി. ദ ലാൻഡ് ഇംപ്രൂവ്മെന്റ് ആക്ട് 1883 അഗ്രികൾച്ചർ ലോൺ ആക്ട് 1884 പാസ്സാക്കുന്നത്. ഇത് തുടർച്ചയാന്നുള്ള നിലക്കാണ്. ഡെക്കാൻ അഗ്രികൾച്ചർ റിലീഫ് ആക്ട് 1879, the Land Improvement Act 1883, Agriculture Loans Act 1884. It is also known as തക്കാവി ആക്ട്. ഈ തക്കാവി ആക്ട് അനുസരിച്ച് അഗ്രികൾച്ചറിന് ലോൺ പ്രൊവൈഡ് ചെയ്യണം ബൈ ദി ഗവൺമെന്റ് ടു ഫാമേഴ്സിന് അഗ്രികൾച്ചർ ലോണ് പ്രൊവൈഡ് ചെയ്യണം ഗവൺമെന്റ് എന്നുള്ളതാണ്. British government adopted these measures not for getting the people but for mere existence. അവരുടെ എക്സിസ്റ്റൻസിന് വേണ്ടി മാത്രമാണ് ഇതൊക്കെ കൊണ്ടുവന്നത്. The enactments proved to be no avail. The government of India was compelled to take some tangible steps for solving two main problems of minimizing rural indebtedness, thereby saving the common people from the clutches of the money lenders. Land Improvement Loans Act 1883, Agriculture Loans Act 1884. It also known as Takavi Act, which means act for providing agriculture loan to the farmer by the government. Takavi loans are also considered an agriculture loan provided by the government to the farmers. Takavi loans ആണ് അഗ്രികൾച്ചറിന് വേണ്ടി നൽകുന്ന ലോണിനാണെന്ന് വിളിക്കുന്നത്. ഗവൺമെന്റ് നൽകുന്ന ലോണിനാണ് തക്കാവി ലോൺസ് എന്ന് വിളിക്കുന്നത്. ബ്രിട്ടീഷ് ഗവൺമെന്റ് by this time fully realized that nothing short of improvements in credit facilities and availability of cheap credit could bring and salvation to the common people, especially the village people, from their suffering. ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവരെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് മനസ്സിലാക്കി. British government at that time has bearing success stories cooperative movement in European countries. ആ സമയത്ത്
അവർ കോപ്പറേറ്റീവ് മൂവ്മെന്റ് സക്സസ് സ്റ്റോറീസ് അവർക്ക് ഉണ്ടായിരുന്നു എന്ന് പറയാം. In 1882, Madras government deputed Frederick Nicholson to study the function of various cooperatives. കോപ്പറേറ്റീവ് സൊസൈറ്റിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വിദേശ രാജ്യത്തേക്ക് ഡെപ്യൂട്ടേഷനിൽ അയച്ചു ഫെഡറിക് നിക്കോൾസനാണ്. മദ്രാസ് പ്രൊവിൻഷ്യൽ ഗവൺമെന്റ്. അതിന് ഫെഡറിക് നിക്കോൾസൺ യൂറോപ്യൻ കൺട്രീസിന് പഠനത്തിനുമായി യൂറോപ്യൻ കൺട്രീസിലുള്ള കോപ്പറേറ്റീവ്സിനെ കുറിച്ച് പഠിക്കാനുള്ള ലക്ഷ്യത്തോടെയോടെ പോയി. 1882 പോയ അദ്ദേഹം 1899 ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു, ഫൈൻ റഫീസാൻ എന്ന പേരിൽ. അദ്ദേഹം ഗവൺമെന്റ് എന്തിനാണ് അയച്ചതെന്ന് വെച്ചാൽ കോപ്പറേറ്റീവ്സിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച്, മറ്റു രാജ്യങ്ങളിലെ കോപ്പറേറ്റീവ് സൊസൈറ്റിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അവയുടെ ഫീസിബിലിറ്റി സ്റ്റഡി നടത്താൻ വേണ്ടിയാണ് അദ്ദേഹത്തിന് അയച്ചത്. അദ്ദേഹത്തിന് 1892 അയച്ചു. ഏകദേശം 7 years അദ്ദേഹം എന്ത് ചെയ്തു, യൂറോപ്പിൽ സ്റ്റഡി ചെയ്തു. ആൻഡ് ഫെഡറിക് കാംബാക്ക് തിരിച്ചു വന്ന് ഏകദേശം 1899 അദ്ദേഹം തിരിച്ചു വന്നു. സബ്മിറ്റ് ഹിസ് റിപ്പോർട്ട്, അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. 2 words ആണ് അദ്ദേഹം ഈ പ്രധാനമായിട്ട് എന്ത് ചെയ്ത അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് പറഞ്ഞത്. ഫൈൻഡ് റഫീസാൻ മോഡൽ, റഫീസാന്റെ മോഡൽ കണ്ടെത്തുക എന്നുള്ളതാണ്. എന്താണ് റഫീസാൻ മോഡൽ ക്രെഡിറ്റ് സൊസൈറ്റി, എന്താണ് അവയുടെ പ്രവർത്തനങ്ങൾ, ഇത് പഠിച്ച് റഫീസാൻ മോഡൽ ക്രെഡിറ്റ് സൊസൈറ്റി ആണ് ഇന്ത്യക്ക് പറ്റിയത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ആ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഫൈൻ റഫീസാൻ ആണ് ഉദ്ദേശിക്കുന്നത്. ജർമ്മനിയിലെ ക്രെഡിറ്റ് സൊസൈറ്റി ആയിട്ടുള്ള റഫീസാൻ സൊസൈറ്റീസിന്റെ മോഡലിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് ഇന്ത്യയിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ തുടങ്ങുന്നുണ്ടെങ്കിൽ നല്ലത് എന്ന രീതിയിലാണ് അദ്ദേഹം ഫൈൻ റഫീസാൻ എന്ന പേരിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. അതേ സമയത്ത് തന്നെ ഡ്യൂപ്പർനെക്സ് എന്ന ആൾ പബ്ലിഷ് ചെയ്ത ബുക്ക് ഉണ്ട്, പീപ്പിൾസ് ബാങ്ക് ഓഫ് നോർത്തേൺ ഇന്ത്യ. ഇന്ത്യയിലെ പീപ്പിൾസ് ബാങ്ക് എന്നറിയപ്പെടുന്ന ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു. ആ ബുക്കിൽ അദ്ദേഹം ഡിമാൻഡ് ചെയ്തത് എന്താണ്, ഡ്യൂപ്പർനെക്സ് ഡിമാൻഡ് ചെയ്തത് ഓർഗനൈസിങ് സം ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ പ്രൊവൈഡിങ് നെസസറി ഹെൽപ്പ് ടു കോമൺ പീപ്പിളിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആവശ്യമാണ് എന്നുള്ളതാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അദ്ദേഹം ഇന്ത്യയിലെ കർഷകരുടെ പ്രശ്നങ്ങളൊക്കെ പഠിച്ചു. അതിനനുസരിച്ചുള്ള ഒരു പബ്ലിക്കേഷനാണ് അദ്ദേഹം നടത്തിയത്. ആ പബ്ലിക്കേഷനിൽ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലെ സാധാരണക്കാരനായിട്ടുള്ള ആളുകൾ കൂടി ആവശ്യമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു ഓർഗനൈസേഷൻ എന്ത് വേണം, തുടങ്ങണം എന്ന് അദ്ദേഹം മുന്നോട്ട് വെച്ചു. മറ്റൊരു റിപ്പോർട്ട് ദ ഫെമിൻ കമ്മീഷൻ റിപ്പോർട്ടാണ്. ഫെമിൻ കമ്മീഷൻ റിപ്പോർട്ട് 1901 എഡ്വേർഡ് ലോ ചെയർമാൻ ആയിക്കൊണ്ടാണ് ആ റിപ്പോർട്ട് പുറത്തുവരുന്നത്. എഡ്വേർഡ് ലോ ചെയർമാൻഷിപ്പിലാണ് ഫെമിൻ കമ്മീഷൻ രൂപീകരിച്ചത്. ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്ന കമ്മീഷനെ. അത് ഫെമിനെ കുറിച്ച് പഠിക്കാം. എന്താ ഫെമിൻ എന്ന് പറഞ്ഞാൽ ഭക്ഷ്യക്ഷാമം നേരിട്ടുള്ള ഒരവസ്ഥയിൽ അതിനെക്കുറിച്ച് പഠിക്കാനാണ് എന്ത് ചെയ്തത് 1901 അതിനൊരു കമ്മീഷൻ നിയോഗിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഫ്രെയിമിംഗ് ദി ആക്ട് ഓഫ് ഓർഗനൈസേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റി ഓർഗനൈസ് ചെയ്യാൻ ഒരു ആക്ട് ആവശ്യമാണെന്നുള്ളതാണ്. അങ്ങനെ ഫൈനലൈസ് ചെയ്ത റിപ്പോർട്ട് അദ്ദേഹം 1904 എന്ത് ചെയ്തത് റിപ്പോർട്ട് ഫൈനലൈസ് ചെയ്ത് സബ്മിറ്റ് ചെയ്തത്. ആ റിപ്പോർട്ട് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഫോർമേഷൻ ഓഫ് കോപ്പറേറ്റീവ്, അതിൽ റിപ്പോർട്ടിൽ പറയുന്നത് റാഫീസ് ആൻഡ് ഷൂൾസ് മോഡലാണ് നമുക്ക് ഇന്ത്യക്ക് ആവശ്യം. ഇന്ത്യയുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങുന്നുണ്ടെങ്കിൽ റാഫീസ് ആൻഡ് ഷൂൾസിന്റെ മോഡൽ സൊസൈറ്റീസ് ആവശ്യമാണ്. അതായത് റൂറൽ എന്നുള്ള രീതിയിൽ, അർബൻ എന്നുള്ള രീതിയിൽ 2 തരം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആ രീതിയിൽ തന്നെ തുടരണമെന്നാണ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ എന്ത് ചെയ്ത് മുന്നോട്ട് വെച്ചത്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ട്, മൂന്നാമത്തെ റിപ്പോർട്ട് പറയുന്ന ഫെഡറിക് നിക്കോൾസൺ പറഞ്ഞ റിപ്പോർട്ട് പ്രകാരം ഫൈൻ റഫീസാൻ, അദ്ദേഹം ജർമ്മനിയിലെ റഫീസാൻ മോഡലിനാണ് ശുപാർശ ചെയ്തത്. രണ്ടാമത്തെ കമ്മീഷനല്ല, രണ്ടാമത്തെ ആൾ ഡ്യൂപ്പർനെക്സ് എന്ന ആൾ അദ്ദേഹത്തിന്റെ ബുക്കിൽ പബ്ലിഷ് ചെയ്തതിൽ പറഞ്ഞതാണ് ഡിമാൻഡ് ചെയ്തതാണ് പീപ്പിൾസ് ബാങ്ക് ഓഫ് നോർത്തേൺ ഇന്ത്യ എന്ന ബുക്കിൽ അദ്ദേഹം ഡിമാൻഡ് ചെയ്തു ഓർഗനൈസ് സം ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ പ്രൊവൈഡിങ് നെസസറി ഹെൽപ്പ്.
ടു ദി കോമൺ പീപ്പിൾ. കോമൺ പീപ്പിളിന് ആവശ്യമായിട്ടുള്ള സഹായം ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നെസസറിയാണ്, ആവശ്യമാണെന്നാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് ഡീപ്പർ നെക്സ്റ്റിന്റെ ബുക്കിൽ. ദെൻ മൂന്നാമത്തത് ഇത് ഫെമിൻ കമ്മീഷൻ ആണ്. ഫെമിൻ കമ്മീഷൻ എന്ത് ചെയ്തു? ഫെമിൻ കമ്മീഷൻ പറയുന്നത് എന്താണ്? ബ്രിട്ടീഷ് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത കമ്മീഷനാണ് 1901. 1901 അപ്പോയിന്റ് ചെയ്ത അണ്ടർ ദി ചെയർമാൻഷിപ്പ് ഓഫ് സർ എഡ്വേർഡ് ലോന്റെ ചെയർമാൻഷിപ്പിൽ ഫോർ ഫ്രെയിമിംഗ് ആൻ ആക്ട് ഫോർ ഓർഗനൈസേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. നമ്മൾക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം, ഇന്ത്യയിൽ ആദ്യമായിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അല്ല ആരംഭിച്ചത്, കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ട്, നിയമപരമായിട്ടുള്ള പരിരക്ഷയാണ് ആദ്യം ആവശ്യം എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. അങ്ങനെ നിയമമാണ് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റി, ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെന്റ് പ്രത്യേകത, ഫസ്റ്റ് അവിടെ എന്ത് ചെയ്യുന്നു? ഒരു കോപ്പറേറ്റീവ് ആക്ട് വരുന്നു. പിന്നീട് അവിടെ കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപം കൊള്ളുന്നു. പിന്നീട് കോപ്പറേറ്റേഴ്സ് രംഗപ്രവേശം ചെയ്യുന്നു. ഇതാണ് അതിന്റെ ഒരു രീതി. അതാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആദ്യമായിട്ട് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷൻ, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ഫെമിൻ കമ്മീഷൻ എന്ത് ചെയ്തത്? അപ്പോയിന്റ് ചെയ്തത്. ഫെമിൻ കമ്മീഷൻ അതിനനുസരിച്ച് റിപ്പോർട്ട് ഫൈനലൈസ് ചെയ്തു. അവരുടെ സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ട് അനുസരിച്ച് ഗവൺമെന്റ് എന്താ പറയുന്നത്? കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി റാഫിസ് ആൻഡ് ഷൂൾസ് മോഡൽ എന്ത് ചെയ്യണം? ഇന്ത്യയിൽ ആരംഭിക്കണം എന്നാണ് അദ്ദേഹം എന്ത് ചെയ്തത്? അവർ മുന്നോട്ട് വെച്ചത്. The government accepted the recommendation, and after finalizing the administrative formalities, first Cooperative Credit Societies Act 1904 എന്ത് ചെയ്തു? പാസ്സാക്കുകയുണ്ട്. 1904 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വരുന്നത് എങ്ങനെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഇന്ത്യയിൽ ഉണ്ടാകുന്നത്? ഇന്ത്യയിലെ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എങ്ങനെയാണ് ഇന്ത്യയിൽ നിലവിൽ വന്നത് നോക്കാം. ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വന്നത് എന്താണ്? ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ? ഫെമിൻ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ഫെമിൻ കമ്മീഷൻ റിപ്പോർട്ട് എന്താണ്? അവര് പറഞ്ഞത്, അവരെ നിയമിച്ചത് എന്തിനു വേണ്ടിയാണ്? ഒരു ആക്ട് ഫോർ ഓർഗനൈസേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. കോപ്പറേറ്റീവ് സൊസൈറ്റി ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി ആക്ട് വേണം, ആക്ട് പാസ്സാക്കണം എന്നുള്ളതാണ് എന്ത് ചെയ്ത് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിനു വേണ്ടിയാണ് അവരെന്ത് ചെയ്തത്? നിയമിച്ചിട്ടുള്ളത്. എഡ്വേർഡ് ലോനെ നിയമിച്ചത്. എഡ്വേർഡ് ലോന്റെ കമ്മീഷൻ എന്ത് ചെയ്തു? ഫൈനലൈസ് ചെയ്ത് റിപ്പോർട്ട് 1904 കൊടുക്കുകയും ഇന്ത്യയിലെ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വരികയും ചെയ്തത് അതിനെ തുടർന്നാണ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി എന്ത് ചെയ്യുക? നമുക്ക് ഒന്നുകൂടി പറഞ്ഞു നോക്കാം. എന്തൊക്കെയാണ്? Frederick Nicholson's report. Madras provincial government took the initiative of and deputed one of its officers by name Frederick Nicholson to European countries to study the function of various cooperatives in those countries and submit a report to government on the feasibility and advisability of organizing such societies in India. നിക്കോൾസൺ എന്ത് ചെയ്തു? നിക്കോൾസനെ നിയമിച്ചു ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി, വിദേശ രാജ്യങ്ങളിലുള്ള തരത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി സ്ഥാപിക്കുന്നതിന്റെ സാധ്യതകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി. അങ്ങനെ അദ്ദേഹം പഠിച്ചു, അതിന്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം 7 ഇയേഴ്സോളം അവിടെ സ്റ്റഡി ചെയ്തു. എന്നിട്ട് അതിന് അടിസ്ഥാനത്തിൽ കോപ്പറേറ്റീവ്സ് രൂപം കൊടുക്കാൻ വേണ്ടിയുള്ള ശുപാർശയാണ് അദ്ദേഹം ചെയ്തത്. ഡിഫറെന്റ് കോപ്പറേറ്റീവ്, ദ റോൾ, സോൾവിംഗ് പ്രോബ്ലംസ് ഓഫ് കോമൺ മാൻ, ഇതൊക്കെ എന്ത് ചെയ്തു? ഒരു പഠനം നടത്തി. ഫെഡറിക് നിക്കോൾസൺ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ മുന്നോട്ട് വെച്ചത് ഫൈൻ റഫീസാൻ എന്ന റിപ്പോർട്ടാണ്. ഫൈൻ റഫീസാൻ എന്ന് പറഞ്ഞാൽ ജർമ്മനിയുടെ മോഡലായിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് തുടങ്ങുന്നതിനെ കുറിച്ചാണ്. അതേസമയത്ത് തന്നെയാണ് ഡൂപ്പർ നെക്സ് എന്ന ആള് ബുക്ക് പബ്ലിഷ് ചെയ്ത് പീപ്പിൾസ് ബാങ്ക് ഓഫ് നോർത്തേൺ ഇന്ത്യ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഡിമാൻഡ് ചെയ്തതും ഒരു ഓർഗനൈസേഷൻ കോപ്പറേറ്റീവ് രംഗത്ത് തുടങ്ങുന്നതിനെ കുറിച്ചാണ്. ഫെമിൻ കമ്മീഷൻ അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആരംഭിക്കുന്നതിന് മുമ്പ് അവയ്ക്ക് ആവശ്യമായിട്ടുള്ള ലീഗൽ സപ്പോർട്ട്
നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരു ആക്ട് കൊണ്ടുവരാൻ വേണ്ടി അതും ഇടയായി. ഫെമിൻ കമ്മീഷന്റെ റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണ് 1904 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വരുന്നത്.